ഉപകരണം കാണാതായതിലെ പുതിയ വാദങ്ങൾ കൂടി പൊളിഞ്ഞതോടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കാൻ ആരോഗ്യവകുപ്പ്. ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല, നോട്ടീസ് നൽകിയത് സ്വാഭാവിക പ്രക്രിയ മാത്രമെന്നും നടപടി എടുക്കില്ലെന്നും KGMCTക്ക് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. അതേസമയം ആരെയും കുറ്റപ്പെടുത്താനില്ലെന്ന് ഡോക്ടർ ഹാരിസ് ഇന്ന് പ്രതികരിച്ചു. അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ്. അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ്, എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് മോഴ്സിലോസ്കോപ്പോ നെഫ്രോസ്കോപ്പൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല, അത് അങ്ങനെയാണ്. അത് എൻ്റെ പ്രസൻസിലായിരുന്നെങ്കിൽ എനിക്കത് വിശദീകരിച്ച് കൊടുക്കാമായിരുന്നു. അവിടെ അസ്വാഭാവികതൊന്നുമില്ല. എൻ്റെ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാം. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ്. അവിടെ ഏത് ഡോക്ടർക്കും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർക്കും, എൻ്റെ ടെക്നീഷ്യനും, എൻ്റെ PG ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം. അതേസമയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനത്തിനിടെ വിളിച്ചത് DME എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിളിച്ചത് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും മാധ്യമങ്ങളോട് പ്രതികരിച്ച പരിചയം ഇല്ലാത്തതിന് എന്ന് ഡോക്ടർ KV വിശ്വനാഥൻ ഇന്ന് പറഞ്ഞു. ഹാരിസിനെതിരായ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ ഭാഗം വായിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും DME. അത് ഞാൻ തന്നെയാണ്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസാണ്, അവർ ഡോക്ടേഴ്സാണ്. അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, അത് ഞാൻ തന്നെയാണ് വിളിച്ചത്, വേറെ ആരുമല്ല. എന്നാൽ വിവാദങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. മാഡം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച്, മാഡം അത് ഞാൻ ഉണ്ടാക്കിയ ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട്, മാഡത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാഡം ഞാൻ ക്ഷമ ചോദിച്ചു. നമുക്കത് ഞാനത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാഡം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുണ്ടായ മെല്ലെപ്പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ തെറ്റ് ചെയ്തത് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും ശരി ചെയ്തെങ്കിൽ ശരിയെന്നും തന്നെ പറയും. ചട്ടലംഘനമുണ്ട്. PR പ്രവീണയുടെ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രവീണ, ഉന്നയിച്ചുകൊണ്ട് വന്ന ആരോപണങ്ങളൊക്കെ ഒന്നിന് പിറകെ ഒന്നൊന്നായി ചീട്ടുകൊട്ടാരം പോലെ വീഴുന്നതാണ് കണ്ടത്. ഒടുവിൽ അന്വേഷണമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ സമവായത്തിലേക്ക് എത്തിച്ചേക്കാമെന്നുള്ള നയമാണ് ഇന്ന് സ്വീകരിക്കുന്നത് കണ്ടത്. എന്താണെങ്കിലും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടതോടുകൂടി ഇപ്പോൾ സാഷ്ടാംഗം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്ന ഒരു നയസമീപനത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്തെല്ലാമാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ സമഗ്രമായി? സംഗീത, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചും മന്ത്രി അല്ലാതെയുമൊക്കെ ഉപകരണം കാണാതെ പോയി അത് HOD ആയ ഡോക്ടർ ഹാരിസിൻ്റെ കസ്റ്റഡിയിലുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പൂർണ്ണമായും ഒരു കള്ളൻ എന്നുള്ള നിലയിൽ വരെ മുദ്ര കുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന കാര്യങ്ങളായിരുന്നു അധികൃതർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെല്ലാം തന്നെ തെളിവുകൾ നിരത്തി ഡോക്ടർ ഹാരിസ് മറുപടി നൽകി എന്ന് മാത്രവുമല്ല, പൊതുജനങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ഈ ഡോക്ടർമാരുടെ സംഘടനകളിൽ നിന്നടക്കമുള്ള പിന്തുണ ഡോക്ടർ ഹാരിസിനുണ്ടായി. ഇതോടുകൂടിയാണ് വിവാദങ്ങൾ ഓരോന്നും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ അടിയന്തര നടപടി. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നേരിട്ട് ഡോക്ടർ ഹാരിസിനെ കാണാനെത്തുന്നു, നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുന്നു. ഇനി ഈ പ്രശ്നങ്ങളിൽ കൂടുതൽ പരസ്യമായ പ്രതികരണമോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലോ ഉണ്ടാകരുത് എന്ന് പറയുന്നു. അതനുസരിച്ച് ഡോക്ടർ ഹാരിസ് മയപ്പെടുന്നു. ഇന്ന് ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഈ ബ്യൂറോക്രസിയുടെ ചില പ്രശ്നങ്ങൾ മാത്രമാണ്, അല്ലാതെ തനിക്കൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹവും പിൻവാങ്ങുന്നു. പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പുതിയ ആരോപണങ്ങൾക്കില്ല എന്നുള്ള കാര്യവും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുന്നു. ഇതിനിടെ KGMCTA നിലപാട് കർശനമാക്കുന്നു. KGMCTയുമായി ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചർച്ച നടത്തുന്നു. അവർക്കും ഉറപ്പ് നൽകുന്നു. ഡോക്ടർ ഹാരിസിനെതിരെ ഒരു ചെറിയ നടപടി പോലും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ്. അതിന്മേൽ KGMCTയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായാണ് ഇന്ന് DME വന്ന് നേരിട്ട്
പറയുന്നത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ടും പ്രിൻസിപ്പലും ചേർന്ന് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള റിപ്പോർട്ട് വായിക്കാൻ ആവശ്യപ്പെട്ടത് താൻ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്തും പറയുന്നു ഡോക്ടർ ഹാരിസിനെതിരെ അല്ല ആരോഗ്യവകുപ്പിന്റെ നിലപാടെന്ന് മന്ത്രിക്ക് വേണ്ടി പറഞ്ഞു വയ്ക്കുന്നു. ഇതോടുകൂടി വിവാദങ്ങൾ അവസാനിപ്പിച്ചുവെന്നും ഇനി നടപടികൾ ഉണ്ടാകില്ലെന്നും പറയുന്നു. ഏറ്റവും ഒടുവിൽ DMEയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ സെക്രട്ടറിക്കും കൈമാറും. ഈ റിപ്പോർട്ടിലും തുടർ നടപടികളോ തുടർ അന്വേഷണങ്ങളോ വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഗീത. ശരി പ്രവീണ, എന്നാണെങ്കിലും വിവാദങ്ങളൊക്കെ ഒടുങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.